സുഹൃത്തുക്കളെ, കൊൽക്കത്തയിൽ നടക്കുന്നത് എന്ത്, പശ്ചിമ ബംഗാളിൽ നടക്കുന്നത് എന്ത് എന്നൊക്കെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിങ്ങൾ വാർത്തകളിൽ ചെറിയ തോതിൽ കാണുന്നുണ്ടാകും. വലിയ പ്രതിഷേധം അവിടെ ഉയർന്നു വരികയാണ്. ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി മമതാ ബാനർജി തന്നെ തെരുവിൽ ഇറങ്ങിക്കൊണ്ട് പ്രതിഷേധിക്കുന്നു എന്നുള്ള കാഴ്ചയാണ് കൊൽക്കത്തയിൽ നിന്ന് കാണുന്നത്. തുടക്കം തന്നെ പറയട്ടെ, നമ്മുടെ രാജ്യത്ത് ഇത്തരം സംഭവങ്ങൾ, അത് ഏത് സംസ്ഥാനത്തായാലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നു എന്നുള്ളത് വലിയ നിരാശയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ വളരെ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴും ലോകത്തിനെല്ലാം മുന്നിൽ ഇത്തരം അക്രമികളുടെ ഇടപെടലുകൾ അത് വലിയ നിരാശയും, നമ്മുടെ രാജ്യത്തെ ആകെ തന്നെ ഏതെങ്കിലും ഒരു സംസ്ഥാനം, അത് ഏത് പാർട്ടി ഭരിക്കുന്നു എന്നുള്ളത് പ്രസക്തമല്ല, BJP-യോ കോൺഗ്രസോ CPM-ഓ അതല്ല ഇനി തൃണമൂലോ ആര് ഭരിച്ചാലും അതാകെ ബാധിക്കുക പുറം ലോകത്ത് നമ്മൾ വളരെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു രാജ്യം എന്നുള്ള നിലയിൽ അത് നമുക്കാകെ നിരാശയുണ്ടാക്കുന്നതാണ്, ദുഃഖിപ്പിക്കുന്നതാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇനി ബംഗാളിലെ കാര്യം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമരങ്ങളുടെ ദൃശ്യങ്ങളാണ് ഒരു പരിധിവരെ നിങ്ങൾ കാണുന്നത്. മമതാ ബാനർജി തന്നെ സമരം ചെയ്യുകയാണ്. അത് മറ്റൊരു ഡ്രാമ എന്നത് മാത്രമേ അതിനെ കാണാൻ കഴിയുകയുള്ളൂ. കാരണം മമതാ ബാനർജി ആർക്കെതിരെയാണ് സമരം ചെയ്യുന്നത് എന്ന് മാത്രം മനസ്സിലാകുന്നില്ല. നടപടിയെടുക്കേണ്ട മമതാ ബാനർജി, സുരക്ഷയൊരുക്കേണ്ട മമതാ ബാനർജി, അതേ മമതാ ബാനർജി ഇതെല്ലാം കഴിഞ്ഞ് ഒരു രാഷ്ട്രീയ നാടകത്തിന് വേണ്ടി തെരുവിലിറങ്ങി ഇത്തരം അഭ്യാസങ്ങൾ കാണിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് ബംഗാളിലെ ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയട്ടെ എന്ന് മാത്രം പറയുകയാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി ബംഗാളിൽ അരക്ഷിതാവസ്ഥയാണുള്ളത്. പലതരത്തിലുള്ള അക്രമ സംഭവങ്ങൾ തുടർക്കഥയാണ് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. സന്ദേശ് ഖലിയിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതും നമ്മൾ കണ്ടതാണ്. ഇവിടെയൊക്കെ അക്രമികൾക്കൊപ്പം നിൽക്കുന്ന സമീപനമാണ് മമത ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് എടുത്ത് പറയാനുള്ളത്. അതായത് മമതാ ബാനർജി സമരം ചെയ്യുന്ന കാഴ്ച കണ്ടില്ല. നേരത്തെ ചോദിച്ച പോലെ ആർക്കെതിരെയാണ് അവർ സമരം ചെയ്യുന്നത് എന്നുള്ളതാണ്. അവർ ആ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അവിടെ ആ ഡോക്ടർക്ക് സംരക്ഷണം ഒരുക്കേണ്ട ബാധ്യത ഉള്ള ആളായിരുന്നു മുഖ്യമന്ത്രി. ഇനി പോലീസ് എടുത്ത നടപടിക്കെതിരെയാണോ നിങ്ങൾ സമരം ചെയ്യുന്നത്? അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ സമരം ചെയ്യുന്നത് നിങ്ങൾക്കെതിരെ തന്നെയാണ്. കാരണം ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ബംഗാളിൽ മമതാ ബാനർജിയാണ് എന്നുള്ളതാണ്. ഇനി അതിനുമപ്പുറത്തേക്ക് ആരോഗ്യ സ്ഥാപനങ്ങളിലെ സുരക്ഷയാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ അവിടെയും ചില പ്രശ്നങ്ങളുണ്ട്. അവിടെയും ആരോഗ്യമന്ത്രി മമതാ ബാനർജി തന്നെയാണ്. നമ്മുടെ സംസ്ഥാനത്തെ പോലെ മറ്റൊരു മന്ത്രിയല്ല അവിടെ ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇത് സംഭവിക്കുന്നത് ആർജിക്കർ ആശുപത്രിയിൽ ആണ് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒന്നാണ്. അതായത് സർക്കാർ മെഡിക്കൽ കോളേജാണ് ആ ആശുപത്രി. ഒരു മെഡിക്കൽ കോളേജിലാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോഴാണ് ചിലരൊക്കെ പറയുന്നത്, എന്തിനാണ് ആ ഡോക്ടർ ആ രാത്രിയിൽ പോകുന്നത്, ആ സമയത്ത് പോകുന്നത്, ആ സമയ ചർച്ചകൾ നമ്മളെല്ലാ സംഭവങ്ങളിലും കാണുന്ന പോലെ ഏതെങ്കിലും ഒരു സ്ത്രീക്ക് നേരെ ഇത്തരം സംഭവം ഉണ്ടായാൽ ഉടനെ ചോദിക്കുന്നത് എന്തിനാണ് അവിടെ പോയത്, എന്തിനാണ് അവിടെ പോയത് എന്നുള്ളതാണ്. സുരക്ഷിതമായ വഴികളിലൂടെ പോകുക എന്നുള്ളത് എന്താ പറയുക, നമ്മുടെ സ്ത്രീകളെ ഉപദേശിക്കാൻ വേണ്ടി ആയിരിക്കാം ഒരുപക്ഷെ ഇവരൊക്കെ പറയുന്നത്. ചിലർക്ക് മാനസികമായ വൈകല്യങ്ങളും ഉണ്ടാകാം. പക്ഷേ ഒന്നേ പറയാനുള്ളൂ, അവരവർക്ക് സൗകര്യമുള്ള സമയത്ത് സൗകര്യമുള്ള ഇടത്ത് പോകട്ടെ എന്ന് മാത്രമേ അതിൽ പറയാനുള്ളൂ. അത് നിങ്ങളല്ല അവരുടെ സമയം തീരുമാനിക്കേണ്ടത്. പിന്നെ ഇതൊരു ഡോക്ടറാണ്. ഒരു ഡോക്ടറുടെ പണി എത്ര സമയം ചെയ്യണമെന്ന് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? എത്രയോ പ്രത്യേകിച്ച് PG ഡോക്ടർമാരൊക്കെ 24 മണിക്കൂർ പണിയെടുക്കുന്നവരാണ്. നമ്മൾ വേറെ എവിടെയും മാത്രമല്ല, നമ്മുടെ കേരളത്തിലാണെങ്കിലും സമാനമായ സാഹചര്യമാണ് ഉള്ളത്. അവർക്ക് അങ്ങനെ ഒരു ഡ്യൂട്ടി ടൈമില്ല. ഹൗസ് സർജന്മാരുടെ അവസ്ഥയും അത് തന്നെയാണ്. അവരൊരു വാർഡിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അടുത്ത ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് ഓടി നടന്ന് പണിയെടുക്കുന്നവരാണ്. ആ ഒരു കാലഘട്ടം അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇനി അതല്ല, ഒരു സാധാരണ ഡോക്ടറാണെങ്കിലും അവരുടെ ആശുപത്രിക്കുള്ളിലാണ് ഇത് സംഭവിച്ചത് എന്നുള്ളത് ഒരു തരത്തിലും ആ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിക്കോ ആഭ്യന്തരമന്ത്രിക്കോ ആരോഗ്യമന്ത്രിക്കോ അതിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ കഴിയുന്ന ഒന്നല്ല. നിങ്ങൾ ഈ പണി നിർത്തുകയാണ് ചെയ്യേണ്ടത് മമതാ ബാനർജി എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം നിങ്ങളെ പ്രതീക്ഷയോടെ കണ്ട ജനവിഭാഗങ്ങളാണ് എല്ലാ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുമുള്ളത്. പക്ഷേ ഈ സംഭവശേഷം നിങ്ങൾ നടത്തിയ നാടകങ്ങൾ അത് അത്യന്തം
ക്രൂരമായിരുന്നു, നിങ്ങളൊരു സ്ത്രീയാണോ എന്ന് പോലും യഥാർത്ഥത്തിൽ ചോദിക്കുന്ന തരത്തിലേക്ക്, അങ്ങനെ ഒരു ചോദ്യം പോലും ചോദിക്കേണ്ടി വരുന്ന ഗതികേടിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. കാരണം ഇതിൽ ഈ സംഭവമുണ്ടായ കോളേജിൻ്റെ പ്രിൻസിപ്പളിനെ ഇവർ വലിയ പ്രക്ഷോഭം ഉണ്ടായപ്പോൾ മറ്റൊരു കോളേജിലേക്ക് ആദ്യം സസ്പെൻഡ് ചെയ്യുന്നു. 3 ദിവസത്തിന് ശേഷം മറ്റൊരു കോളേജിൻ്റെ പ്രിൻസിപ്പളായി നിയമിച്ചിരിക്കുകയാണ്. തുടക്കം തന്നെ ഇതിൽ പ്രക്ഷോഭം നടത്തിയ മനുഷ്യരുടെ ആവശ്യം CBI അന്വേഷണം വേണം എന്നുള്ളതാണ്. അതിന് മമതാ ബാനർജി തയ്യാറായില്ല. കുറച്ച് ദിവസം കഴിഞ്ഞ് വേണമെങ്കിൽ ആലോചിക്കാമെന്നാണ് അവർ പറഞ്ഞത്. തുടക്കത്തിൽ തന്നെ ഇത്തരം കേസുകളുടെ തെളിവുകൾ നേരിട്ട് ശേഖരിക്കാൻ ഒരു ഏജൻസിക്ക് കഴിയുക, ഏത് ഏജൻസി ആണെങ്കിലും അത് വളരെ പ്രധാനപ്പെട്ടതാണ്. വർഷങ്ങൾക്ക് ശേഷം CBI വന്നിട്ട് ഒരു കാര്യവുമില്ല. പക്ഷേ കൊൽക്കത്ത ഹൈക്കോടതി തന്നെ മമതയുടെ ഇരട്ടത്താപ്പ് കണ്ടുകൊണ്ട് എന്ന് വേണം കരുതാൻ, അല്ലെങ്കിൽ ഈ സംഭവത്തിൻ്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് എന്ന് തന്നെ വേണം പറയാൻ, കോടതി അതിന് ഉത്തരവിടുകയും CBI അന്വേഷണത്തിലേക്ക് എത്തുകയും ചെയ്യുകയാണ്. ലോക്കൽ പോലീസ് നടത്തിയ അന്വേഷണം അത് ഫലത്തിൽ അത് ഈ കേസിനെ അട്ടിമറിക്കുന്നത് തന്നെ ആയിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരികയാണ്. കാരണം ഒരാൾ മാത്രമാണ് ഈ സംഭവത്തിന് പിന്നിലെന്ന് പറയുമ്പോൾ മറ്റാരെയൊക്കെയോ സംരക്ഷിക്കാൻ വേണ്ടി അവർ ശ്രമിച്ചു എന്നുള്ളതാണ് പ്രക്ഷോഭകാരികൾ പറയുന്നത്. അതിന് കാരണമായി അതിൻ്റെ തെളിവുകളാണ്, ഒന്നിലധികം ആളുകളുടെ ഇടപെടലുകൾ, അതിന് വസ്തുതാപരമായ ശാസ്ത്രീയമായ തെളിവുകളുണ്ട് എന്നുള്ളതാണ് അവിടെയുള്ള ഡോക്ടർമാർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെയൊക്കെ ഇരിക്കെയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല ഇതുവരെ കൂടുതൽ ആരൊക്കെ എന്നുള്ള കാര്യത്തിലൊരു നിശ്ചയത്തിലേക്ക് എത്താനും കഴിഞ്ഞിട്ടില്ല. ഇനി മലയാള മാധ്യമങ്ങൾ ഭാഗ്യത്തിന് ഇത് കാര്യമായൊന്നും എടുത്തിട്ടില്ല. കാരണം ഇത് ഉത്തർപ്രദേശിലോ അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലോ ഒന്നുമല്ല ഇത്. അവിടെയൊക്കെ സംഭവിക്കുന്ന ഹത്രസ് പോലുള്ള സംഭവങ്ങൾക്ക് മാത്രമേ മലയാള മാധ്യമങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രാധാന്യം തോന്നാറുള്ളൂ. ചില മാധ്യമങ്ങൾ അവിടേക്ക് 1-2 റിപ്പോർട്ടർമാരെ ഓരോ റിപ്പോർട്ടർമാരെ വിട്ടിട്ടുണ്ട്, വെറുതെ പേരിനൊന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ ഇവിടെ ഒരു പ്രൈം ചർച്ചകളിലൊന്നും തന്നെ, തിളച്ചു നിൽക്കുന്ന ചർച്ചകളിലൊന്നും തന്നെ ഈ കൊൽക്കത്ത സംഭവം എത്തുന്നില്ല. രാഹുൽ ഗാന്ധി ഗതികെട്ട് ഒന്ന് പ്രതികരിച്ചിട്ടുണ്ട് ഇതിനോട്. ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെങ്കിലും ഇത്തരം ഒരു സംഭവത്തിൽ മമതയ്ക്കൊപ്പം നിന്നാൽ അത് ദോഷമാണ് എന്ന് രാഹുൽ ഗാന്ധിക്കും തോന്നുന്നുണ്ടാകും എന്ന് മാത്രമാണ് കരുതേണ്ടി വരിക. എന്തായാലും രാജ്യത്തെ, കേരളത്തിലെ മാധ്യമങ്ങൾ ഇതിൽ വേണ്ട പോലെ, ഇപ്പോൾ രാജ്യത്തെ മാധ്യമങ്ങൾ, ദേശീയ മാധ്യമങ്ങൾ പലപ്പോഴും വലിയ രീതിയിൽ ചർച്ചയാക്കുന്നുണ്ട്. പക്ഷേ കേരള മാധ്യമങ്ങൾ ഇതിനത്ര പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ല. സംസ്ഥാനത്ത് IMA വലിയ സമരത്തിലേക്ക് എത്തുന്നു. ഡോക്ടർമാരുടെ, വിവിധ യുവ ഡോക്ടർമാരുടെ അടക്കം സംഘടനകൾ വലിയ സമരത്തിലെത്തിയിട്ടും അതൊക്കെ ഒരു ലൈവ് കൊടുത്ത് അവസാനിപ്പിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് കാര്യമായൊരു ചർച്ചയിലേക്ക് പോകുന്നില്ല. ഇരട്ടത്താപ്പുകളാണ് സമൂഹത്തിൽ മൊത്തം കാണുന്നത്. അത് മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഇപ്പോൾ കൊൽക്കത്ത സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഒക്കെ അതുതന്നെയാണ്. CBIക്ക് നീതി കണ്ടെത്താനാകട്ടെ, സത്യം കണ്ടെത്താനാകട്ടെ എന്ന് മാത്രം താല്പര്യപ്പെടുകയാണ്. നിങ്ങൾക്ക് എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് തോന്നുന്നത്? അത് കമൻ്റായി രേഖപ്പെടുത്താനും താല്പര്യപ്പെടുന്നു. നന്ദി.